എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി 4 വർഷം IT കമ്പനിയിൽ ജോലി ചെയ്തതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ മരിയ റോസിന്റെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുവാനും അവന്റെ സ്വന്തമാകുവാനുമായി SABS സന്യാസിനി സമൂഹം തെരഞ്ഞെടുത്ത സിസ്റ്റർ മരിയ തനിക്ക് ലഭിച്ച വിളിയിൽ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയുമാണ്. ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് സിസ്റ്റർ മരിയ റോസ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്തുവിനോടും ദിവ്യകാരുണ്യ ഭക്തിയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് സിസ്റ്റർ മരിയ SABS സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നത്. ദിവ്യകാരുണ്യ ഈശോയുമായിട്ടുള്ള ഒരു ആഴമായൊരു ബന്ധത്തിലേക്ക് വരാൻ സാധിച്ചു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കണമെന്ന്, ഈശോയുടെ സ്വന്തമായി തീരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം മൂലമാണ് ഈ ഒരു സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം. ഈശോയുടെ സ്വന്തമായതിൻ്റെ ഒരു വലിയ ആനന്ദം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈശോ എന്നെ വിളിച്ചു എന്നൊരു വലിയ ഉറപ്പും ബോധ്യവും ശരിക്കും ഇപ്പോൾ ഉണ്ട്. ഞാൻ സ്വപ്നം കണ്ടതൊന്ന് മാത്രം, എനിക്ക് ഒരു വിശുദ്ധയാകണം, ഈശോയെ സ്നേഹിക്കണം, ഈ 2 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ സന്യാസത്തിന് വന്ന ശേഷം പിന്നെ അധികാരികളിലൂടെ വരുന്ന ഒരു ദൈവഹിതം അത് സ്വീകരിക്കാം എന്നുള്ളൊരു വലിയ മനസ്സോടുകൂടിയാണ് സന്യാസത്തിൽ ചേർന്നത്. ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഈശോയെ കൊടുക്കണം എന്നൊരു വലിയൊരു സ്വപ്നവും ആഗ്രഹവും, അതിലപ്പുറത്തേക്ക് വേറൊരു ആഗ്രഹമോ ഒന്നുമില്ല എനിക്ക്. കോയമ്പത്തൂരിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നാണ് മരിയ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയത്. കമ്പ്യൂട്ടറിനോടും IT മേഖലയിൽ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുവാൻ മരിയയെ പ്രേരിപ്പിച്ചത്. ജോലി ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ നിരവധി വിവാഹാലോചനകൾ മരിയയ്ക്ക് വന്നിരുന്നു. അപ്പോഴെല്ലാം തന്റെ വിളി കുടുംബജീവിതത്തിലേക്കാണോ അതോ സമർപ്പിത ജീവിതത്തിലേക്കാണോ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മരിയ. വിവാഹാലോചനകളൊക്കെ വന്നിരുന്നു. എന്നിരുന്നാൽ പോലും എൻ്റെ ഉള്ളിൽ ഈശോയുടെ സ്വന്തമായി തീരണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിലേക്ക് കൂടുതൽ പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്തില്ല. ഞാനൊരു ഈശോയുടെ ഹിതം വെളിപ്പെടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു, എനിക്ക് വിവാഹ ജീവിതമാണോ അതോ സമർപ്പിത ജീവിതമാണോ എന്ന്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു 3 വർഷം പ്രാർത്ഥിച്ചൊരുങ്ങി. സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ പൂർണ്ണ സമ്മതം നൽകി തങ്ങളുടെ മകളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയക്കുകയായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. എങ്കിൽ പോലും അവർക്കും തിരുസഭയോടും കുദാശകളോടൊക്കെ വലിയ സ്നേഹമാണ്. പ്രത്യേകിച്ച് വൈദികരോടും സമർപ്പിതരോടൊക്കെ വലിയ ബഹുമാനമാണ് എൻ്റെ പേരൻസിനൊക്കെ. അപ്പോൾ ഈ ഒരു ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ എതിർപ്പൊന്നും പറഞ്ഞില്ല. അവർക്കും വലിയൊരു സന്തോഷമായിരുന്നു ഇങ്ങനെ പോകുന്നതിൽ. മടത്തി പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഇങ്ങനെ സമർപ്പിതരോടും വൈദികരോടൊക്കെ വലിയ ബഹുമാനമാണ്. ആ ജീവിതത്തോട് അവർക്ക് വലിയൊരു താല്പര്യമൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ അവർക്ക് സന്തോഷം ഉണ്ട്. അവരതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെയൊക്കെ കാണണം, അവരുടെ ഇടപെടലും തീക്ഷ്ണമായ ശുശ്രൂഷകളൊക്കെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ പോലെ ആയിത്തീരണം എന്നൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് വിളിക്കുന്നുണ്ടോ എന്നൊരു വിളിക്കുന്നുണ്ടോ എന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ പോകുള്ളൂ, അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. 4 വർഷത്തെ ജോലി കാലയളവിലും ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തുകയും മരിയ ശ്രമിച്ചിരുന്നു. ജോലി ചെയ്ത കാലഘട്ടങ്ങൾ വളരെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നുവെന്നും മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ക്രിസ്തുവിന്റെ സ്വന്തമായി തീരുവാനും വിശുദ്ധരുടെ ജീവിതവും തന്നെ വളരെയേറെ സ്പർശിച്ചുവെന്നും സിസ്റ്റർ മരിയ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. 4 വർഷം ബാംഗ്ലൂരിൽ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു. വർക്കിംഗ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ ജോലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. കമ്പനിയൊക്കെ ഒത്തിരി നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷേ ജോലി ചെയ്യുമ്പോഴും എനിക്ക് കൂടുതലും ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും ഒക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. ശരിക്കും വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഒരു ശക്തി എനിക്ക് ലഭിച്ചിരുന്നത്. ഞാൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ദൈവം സഹായിച്ച എൻ്റെ ടീമിൽ ഒത്തിരി നല്ല മനുഷ്യരായിരുന്നു. അവരൊത്തിരി സപ്പോർട്ടായിരുന്നു. ജോലിയൊക്കെ ചെയ്യുമ്പം അവരൊത്തിരി പരസ്പരം സഹകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു 4 വർഷവും ഓഫീസിൽ കഴിയാൻ സാധിച്ചത്.
ജോലി ചെയ്യും. പക്ഷേ ജോലിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു. ഇതല്ല കർത്താവ്, വേറെന്തോ ആണ് ഞാൻ ചെയ്യേണ്ടത്, വേറെന്തോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്താണ് എന്നെ പറ്റിയുള്ള ദൈവഹിതം, എനിക്ക് ഈശോയുടെ സ്വന്തമായി തീരണം, ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ വന്നു. പ്രത്യേകമായിട്ട് ഈ ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കാനിടയായി. അതായത് പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും ഒക്കെ ജീവചരിത്രം വായിക്കാനിടയായി. അവരുടെ ജീവിതം ഒരുപാട് എന്നെ സ്പർശിച്ചു. അവരെ പോലെ കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയതാണല്ലോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അതുപോലെ തന്നെ എനിക്കും ഇതൊക്കെ ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്നെല്ലാം ഒരു വലിയ പ്രചോദനവും ഒരു ശക്തിയൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും തോന്നിയിരുന്നു. അങ്ങനെയാണ് ഈ ജോലിയൊക്കെ റിസൈൻ ചെയ്യണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കാൻ ഇടയായത്. എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് സാലറിയും കൂടും. വേറെ കമ്പനികൾ മാറുകയാണെങ്കിൽ കൂടുതൽ സാലറി ഒക്കെ കിട്ടും. പക്ഷേ അതൊന്നും എന്നെ അലട്ടിയിരുന്നില്ല. സാലറി അതൊക്കെ എന്തോ ആയിക്കോട്ടെ, എനിക്കതിലുപരി എനിക്ക് ഈശോയായിരുന്നു എൻ്റെ സമ്പത്ത്. ഈശോയെ സ്വന്തമാക്കണം എന്നൊരൊറ്റ ആഗ്രഹമായിരുന്നു. ബംഗളൂരുവിലായിരുന്ന നാളുകളിൽ ദിവസവും പള്ളിയിൽ പോവുകയും നിത്യാരാധന ചാപ്പലിൽ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചുവെന്നും സിസ്റ്റർ മരിയ പറയുന്നു. ബാംഗ്ലൂർ ചെന്നതിന് ശേഷം എനിക്കെല്ലാം ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ഒത്തിരി ഫ്രണ്ട്സുകളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെയാണെങ്കിൽ ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. അപ്പോൾ അവരോട് കൂടെ എൻജോയ് ചെയ്യുന്നതായിരുന്നു എനിക്ക് വളരെ സന്തോഷമായൊരു കാര്യം. പക്ഷേ കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് എല്ലാം അവരുടേതായ ജീവിത മാർഗങ്ങളിലൂടെ പോയി. ഹയർ സ്റ്റഡീസിന് പോയി, കുറേ പേരുടെ മാരേജ് കഴിഞ്ഞു. അപ്പം ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായി. ആ സമയത്ത് എനിക്ക് കൂടുതൽ ഈശോയിലേക്ക് കടന്നു വരാനുള്ളൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഈശോയോട് എല്ലാം പോയി ഷെയർ ചെയ്യും, ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് പോയി എല്ലാ ദുഃഖങ്ങളും പങ്കുവയ്ക്കും, ഉത്കണ്ഠകൾ പറയും. അപ്പോൾ എല്ലാം വലിയൊരു ആശ്വാസം ലഭിക്കുന്ന പോലെ തോന്നി. വലിയൊരു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു വലിയ അനുഭവമായിരുന്നു ബാംഗ്ലൂർ ഞാനായിരുന്ന നാളുകളിൽ. അതാണ് എനിക്ക് വലിയൊരു ദൈവാനുഭവം എന്ന് പറയാനുള്ളത്. ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് കർത്താവ് തന്നെ എന്നെ അടുപ്പിക്കുകയായിരുന്നു എന്ന് പറയാം. ഈശോയുടെ സ്നേഹം മനസ്സിലാക്കിയ പിന്നെ ഒരിക്കലും അത് വിട്ടുപോകാൻ തോന്നത്തില്ല. അപ്പോൾ ഈശോയുടെ സ്വന്തമാകുക എന്ന് പറയുന്നത് വലിയൊരു ആനന്ദം. അതായിരുന്നു ഒരു ലക്ഷ്യം, അതായിരുന്നു ഒരു ആഗ്രഹം. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു. അവിടെ ഒരുപാട് പള്ളികളും നിത്യാരാധനാ ചാപ്പലുകളൊക്കെ ബാംഗ്ലൂർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്നും പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആശ്വാസം കിട്ടിയിരുന്നു. അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും കൂടെയില്ലെങ്കിൽ, ഇപ്പം ആരും കൂടെ ഇല്ലെങ്കിൽ പോലും എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്ന, എൻ്റെ വീഴ്ചകൾ ക്ഷമിക്കുന്ന ഒരു ദൈവം വിശുദ്ധ കുർബാനയിൽ സജീവമായി എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ ബോധ്യമാണ് ആ നാളുകളിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ നിറയുമായിരുന്നു. അങ്ങനെ ഈശോയുടെ കൂടുതൽ ആ ഒരു സ്നേഹത്തിലേക്ക് അടുത്തപ്പോഴാണ് ഇതൊക്കെ ഉപേക്ഷിക്കാൻ ഒരു ധൈര്യം കിട്ടിയത്. ഈ ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും മറ്റെല്ലാ ആഡംബരങ്ങളും അതെല്ലാം ഉപേക്ഷിക്കാൻ, അതൊക്കെ വളരെ നശ്വരമാണെന്നുള്ള ഒരു വലിയ ബോധ്യം. അതിനൊന്നും ഒരു നിത്യമായ ആനന്ദം നൽകാൻ കഴിയുകയില്ല. എന്നാൽ ഈശോയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും വലിയ ആനന്ദം പകരുന്നത് എന്നൊരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്ത് പോകുന്നത്. 2023 ഏപ്രിൽ 12 ഇരിട്ടി കിളിയന്തറ SIBS പ്രൊവിൻഷ്യൽ ഹൗസ് ചാപ്പലിൽ നടന്ന ആദ്യവ്രത വാഗ്ദാന ശുശ്രൂഷകൾക്ക് തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മെ സ്നേഹിക്കുകയും നമുക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത മിശിഹായുടെ പെസഹാരഹസ്യം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുക ഈ കുരിശും മെഡലും ജപമാലയും നിരന്തരം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമകളെ, ആദരവോടും ഭക്തിയോടും കൂടെ ഈ സന്യാസ വസ്ത്രം നീ സ്വീകരിക്കുക. ഇത് നിനക്ക് എന്നും ഒരു ആത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായി മിശിഹായെ അനുകരിച്ച് ജീവിക്കുവാൻ സഹോദരിക്കിടയാകട്ടെ. അവിടുത്തോടൊപ്പം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം സഹോദരിയെ സഹായിക്കുകയും ചെയ്യട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം നേടുവാൻ മിശിഹ സിസ്റ്ററിനെ സഹായിക്കട്ടെ.
മരിയയുടെ ഉള്ളിൽ എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് ആഗ്രഹമെന്നും അതിനനുസരിച്ചുള്ള കോഴ്സുകളും മറ്റും നൽകി സുവിശേഷ പ്രഘോഷണ രംഗത്ത് സഭയുടെ ഭാവി വാഗ്ദാനമായി സിസ്റ്റർ മരിയയെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ആരാധന സന്യാസിനി സമൂഹം ലക്ഷ്യമിടുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നതാണ് സഭയുടെ ദൗത്യമെന്നും പരിശീലന കാലം മുതലേ യുവ സന്യാസിനിമാരെ സുവിശേഷ പ്രഘോഷണത്തിലും സഭയുടെ കാര്യസം വിശ്വാസ സമൂഹങ്ങളിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുന്നുണ്ടെന്നും വിശുദ്ധമായ ദൈവവിളികൾ ലഭിക്കുവാൻ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് സന്യാസിനി സമൂഹം ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പറഞ്ഞു. സിസ്റ്റർ മരിയയുടെ ദൈവവിളിയെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് തലശ്ശേരി പ്രൊവിൻസും ആരാധന സന്യാസിനി സമൂഹവും നോക്കിക്കാണുന്നുവെന്നും മരിയയുടെ ഉള്ളിൽ ക്രിസ്തുവിനായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അനില മണ്ണൂർ പങ്കുവച്ചു. മരിയയ്ക്ക് ദൈവവിളി ഉണ്ട്, ഈശോയോടുള്ള അമിതമായൊരു സ്നേഹം, ഈശോയിലുള്ളൊരു വിശ്വാസം, പ്രാർത്ഥനയോടുള്ളൊരു ആഗ്രഹം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂര് ബിടെക്കും കഴിഞ്ഞിട്ട് കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നല്ലോ. അപ്പോഴും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം മരിയ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ മരിയ ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം മരിയ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനാ ലൈഫ് ഇഷ്ടപ്പെട്ടിരുന്ന മരിയ ഈ ജോലി ചെയ്യുമ്പോഴും മരിയയുടെ ഉള്ളിലൊരു ദാഹമുണ്ടായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ദാഹമുണ്ടായിരുന്നു. ആ ദാഹത്തിൽ നിന്നാണ് മരിയയ്ക്ക് ഈ ദൈവവിളി ലഭിച്ചത്. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മരിയ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ ആ ആഗ്രഹത്തിൽ നിന്നും മരിയയെ ദൈവം സന്യാസത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് മരിയയെക്കുറിച്ച് പറയാനുള്ളത്. സിസ്റ്റർ മരിയയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണ നൽകി സഭാ അധികാരികളും സഹസന്യാസിനിമാരും കൂടെയുണ്ട്. തലശ്ശേരി ചെറുവാറ കണിയാമ്പാലയ്ക്കൽ അഗസ്റ്റിൻ മേരി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ മരിയ.